നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സ്റ്റേറ്റ് SSLC റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, റിസൾട്ട് എല്ലാവരും വെരിഫൈ ചെയ്തു. ഇനി നമുക്ക് ഹയർ സെക്കൻഡറി ഏകജാലക പ്രവേശനമാണ് ഇപ്പോൾ പാസ്സായ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അടുത്തത് ചെയ്യുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏകജാലക അഡ്മിഷൻ സംവിധാനം ഗവൺമെൻറ് ഈ ഒരു വെബ്സൈറ്റിലൂടെയാണ് നടത്തുന്നത്. ഓൺലൈനായിട്ടാണ് അഡ്മിഷൻ്റെ എല്ലാ പ്രൊസീജിയറും നടക്കുന്നത്. അപേക്ഷ സമർപ്പണം, വെരിഫിക്കേഷൻ എല്ലാം ഓൺലൈനാണ്. നമുക്ക് ഹയർ സെക്കൻഡറിക്കും BHSCക്കും കൂടിയുള്ള ഒരു അഡ്മിഷൻ്റെ ഗേറ്റ് വേ ആണിത്. നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ അഡ്മിഷൻ, എന്താണ്, എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നമുക്ക് admission.dg.kerala.gov.in ഇതാണ് കോമൺ ആയിട്ടുള്ളൊരു ഗേറ്റ് വേ. അതായത് ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹയർ സെക്കൻഡറി സ്റ്റേറ്റ് സിലബസിലേക്കുള്ള അഡ്മിഷൻ്റെ ഉള്ള സംവിധാനം ഏകജാലക സംവിധാനത്തിലേക്കും, അതുപോലെ തന്നെ VHSC പ്രവേശനത്തിനുള്ള രണ്ട് സംവിധാനം നമുക്കറിയാം. നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നമുക്ക് രണ്ട് സംവിധാനങ്ങളാണ് നടക്കുന്നത്. ഒന്ന് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, രണ്ടാമത്തേത് ഹയർ സെക്കൻഡറി വെക്കേഷണൽ അഡ്മിഷൻ. രണ്ട് അഡ്മിഷനുള്ള ലിങ്ക് നമുക്കിവിടെ സൈറ്റിലേക്കുള്ള ലിങ്ക് ഇതാണ്. നമ്മൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ HSCAP ഇതാണ് ഏകജാലക സംവിധാനം. ഹയർ സെക്കൻഡറി ഏകജാലക സംവിധാനത്തിലേക്കുള്ള വെബ്സൈറ്റ് ഇതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ VHSC ക്ലിക്ക് ഹിയർ ഫോർ വെക്കേഷണൽ അഡ്മിഷൻ. ഇതാണ് VHSCക്കുള്ള ലിങ്ക്. ഇത് രണ്ടിനുള്ള ലിങ്ക് ഇവിടെ ഈ ഒരു സൈറ്റിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഏകജാലക സംവിധാനത്തിലൂടെ എങ്ങനെ അപേക്ഷിക്കാം, ആ അപേക്ഷിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള സിംഗിൾ വിൻഡോ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, എന്താണ് അതിൻ്റെ ഈ വർഷത്തെ അപ്ഡേഷൻസ്. ഓക്കെ, ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. ഇതിലിപ്പോൾ നിലവിൽ നമുക്ക് വ്യൂ പ്രോസ്പെക്ടസ് എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് 14 മെയ് മുതലാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിന്. ഇവിടെ ഈ ഒരു പബ്ലിക് എന്നൊരു ലിങ്കിലാണ് നമുക്കിതിൻ്റെ അപേക്ഷാ സമർപ്പണത്തിനുള്ള ലിങ്കുകളെല്ലാം വരിക. ഇത് 14 മെയ് അന്നാണ് അത് ആക്റ്റീവ് ആവുള്ളൂ. നിലവിൽ ഇപ്പോൾ ഗവൺമെൻറ് പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയർ എല്ലാം പൂർണ്ണമായും ഈ ഒരു പ്രോസ്പെക്ടസ് അനുസരിച്ച് മാത്രമാണ് നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുക. അപ്പം നമ്മളെല്ലാവരും ഈ ഒരു പ്രോസ്പെക്ടസ് കൃത്യമായിട്ട് നമ്മുടെ ഫോണിലോ എവിടെയെങ്കിലും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കൃത്യമായിട്ടൊന്ന് വായിച്ച് നോക്കണം. പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല. കുട്ടികൾക്കൊക്കെ ഇത് എല്ലാവർക്കും മൊബൈലുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ നമുക്ക് ഇതൊക്കെ ഈ പ്രോസ്പെക്ടസ് മുഴുവനായിട്ടൊന്ന് വായിച്ച് നോക്കണം. മുഴുവനായും കൃത്യമായും വായിച്ചു നോക്കിയാൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ സംശയത്തിനും ഇടവരുത്താത്ത രീതിയിൽ അത്രയും വ്യക്തമായിട്ട് തന്നെ പ്രോസ്പെക്ടസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് പ്രോസ്പെക്ടസിലെ ആദ്യത്തെ പ്രോസ്പെക്ടസ് എന്ന് കൊടുത്തിരിക്കുന്നത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന 25-26 സിംഗിൾ വിൻഡോ അഡ്മിഷൻ +1 കോഴ്സ് അതിൻ്റെ പ്രോസ്പെക്ടസ് ആണ്. വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാം. എല്ലാവരും ഇതൊന്ന് കൃത്യമായിട്ട് നോക്കണം. നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. ഇതിൽ ആദ്യത്തെ കാര്യം പ്രവേശന യോഗ്യതയാണ്. SSLC, CBSE, ICSE, THSLC. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഔപചാരിക വിദ്യാഭ്യാസം ഫോർമൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓപ്പൺ സ്കൂൾ കുട്ടികൾക്ക് ഇതിൽ പറ്റില്ല, ഏകജാലത്തിൽ അപേക്ഷിക്കാൻ പറ്റില്ല. അത് കൃത്യമായിട്ട് ഈ ഒരു ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സാക്ഷരതാ മിഷൻ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്, മറ്റു ഓപ്പൺ സ്കൂൾ സംവിധാനം എന്നിവയിലൂടെ അനൗപചാരിക വിദ്യാഭ്യാസ സമ്പ്രദായം 10ാം തരം യോഗ്യത നേടുന്ന വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി റെഗുലർ സ്ട്രീമിൽ അപേക്ഷിക്കാൻ അർഹരല്ല. പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് ഓപ്പൺ സ്കൂൾ NIOS കുട്ടികൾക്കുടെ കാര്യം. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് 10ാം തരം യോഗ്യത നേടുകയും തുടർന്ന് കേരള സിലബസ് തുല്യമാണെന്ന് പരീക്ഷാ ഭവൻ തുല്യതാ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ളവർക്ക് സ്കോൾ കേരള
സ്കോർ കേരള എന്ന് പറഞ്ഞാൽ ഓപ്പൺ സ്കൂൾ മുഖാന്തിരം തുടർ പഠനം സാധ്യമാകുന്നുണ്ട്. അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓപ്പൺ സ്കൂൾ വഴിയാണ് അവർക്ക് പഠിക്കാൻ പറ്റുക. കേരള സ്കൂൾ ഓപ്പൺ സ്കൂൾ സംവിധാനം സ്കോൾ കേരളയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം, അപേക്ഷിക്കാം. അവർക്ക് റെഗുലർ സ്ട്രീമിൽ അപേക്ഷിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് മാത്സ് CBSE കുട്ടികൾക്കാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. കൃത്യമായിട്ട് സർക്കുലർ നമ്പർ പറഞ്ഞിട്ടുണ്ട്. CBSE സർക്കുലർ അനുസരിച്ച് 2 മാത്സ് ഉണ്ട്. CBSE പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം. CBSE കുട്ടികൾക്ക് മാത്തമാറ്റിക്സ് സ്റ്റാൻഡേർഡും ഉണ്ട്, മാത്തമാറ്റിക്സ് ബേസിക് 2 മാത്സ് ഉണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് പാസ്സായിട്ടുള്ളവർക്ക് മാത്രമേ ഹയർ സെക്കൻഡറി തലത്തിൽ മാത്സ് ഉൾപ്പെട്ടിട്ടുള്ള വിഷയ കോമ്പിനേഷൻ, കൃത്യം പറയാം, മാത്സ് ഉൾപ്പെട്ടിട്ടുള്ള വിഷയ കോമ്പിനേഷൻ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ബേസിക് മാത്സ് പഠിച്ച കുട്ടിക്ക് മാത്സ് ഇല്ലാത്ത കോമ്പിനേഷൻ സയൻസിലുണ്ട്, സൈക്കോളജി വരുന്ന കോമ്പിനേഷൻ ഉണ്ട്, അതൊക്കെ പഠിക്കാം. പക്ഷേ മാത്സ് ഉൾപ്പെട്ടുള്ള സയൻസ് കോമ്പിനേഷൻ പഠിക്കണമെങ്കിൽ സ്റ്റാൻഡേർഡ് മാത്സ് തന്നെ CBSE കുട്ടികൾ പഠിച്ചിരിക്കണം. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ വയസ്സിന്റെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജൂൺ മാസം 1-ന് 15 വയസ്സ് പൂർത്തിയായിരിക്കണം. കുറഞ്ഞ പ്രായപരിധി സ്റ്റേറ്റ് സിലബസ് ജയിച്ചവർക്ക് പറഞ്ഞിട്ടില്ല. കൂടിയ പ്രായപരിധി 20 വയസ്സ് കവിയാൻ പാടില്ല, കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അതിൽ 6 മാസം വരെ ഇളവ് അനുവദിക്കാനായിട്ട് ഡയറക്ടർക്ക് അനുവാദമുണ്ട്. അങ്ങനെ ഏജ് റിലാക്സേഷൻ വേണ്ടവർ പ്രത്യേക അപേക്ഷ നൽകണം. അതുപോലെ തന്നെ പൊതുപരീക്ഷ ബോർഡ് കേരള സ്റ്റേറ്റ് സിലബസിൽ പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ 6 മാസം വരെ ഇളവ് അനുവദിക്കാൻ ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് അധികാരമുണ്ട്. ഓക്കെ. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് 2 വർഷം വരെ ഇളവ് ഓൾറെഡി പ്രോസ്പെക്ടസ് അനുസരിച്ച് തന്നെയുണ്ട്. അതുപോലെ തന്നെ അന്തരോ ബദിരോ ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് 25 വയസ്സ് വരെ അപേക്ഷിക്കാം. ഇത്രയുമാണ് ഏജ് റിലാക്സേഷന്റെ കാര്യങ്ങൾ. ഇനി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള രീതിയാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. സ്വന്തമായി നമുക്ക് എല്ലാവർക്കും സിസ്റ്റത്തിൽ കമ്പ്യൂട്ടറിൽ അക്ഷയ സെന്ററോ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായി തന്നെയോ അല്ലെങ്കിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ 10ാം ക്ലാസ് പഠിച്ച സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബ് സൗകര്യം ഇതിനു വേണ്ടി നൽകാനായിട്ട് കൃത്യമായിട്ട് ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ തന്നെ, നമ്മൾ 10ാം ക്ലാസ് പഠിച്ച സ്കൂളിൽ തന്നെ ഇതിന് ഹെൽപ്പ് ഡെസ്ക് വർക്ക് ചെയ്യും. ആ ഹെൽപ്പ് ഡെസ്കിൽ പോയ എല്ലാ സഹായവും വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ നിന്ന് ലഭിക്കും. അപ്പോൾ ഹെൽപ്പ് ഡെസ്കിന്റെ സഹായത്തോടെ സ്കൂളിൽ നിന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കും. സ്വന്തം നിലയിൽ സമർപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്കൂളിലെ ഹെൽപ്പ് ഡെസ്ക് മുഖേന സ്കൂളിൽ നിന്ന് തന്നെ ഡാറ്റ എൻട്രി ചെയ്ത് ഓൺലൈനായിട്ട് സമർപ്പിക്കാനുള്ള സൗകര്യം എല്ലാ ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളും ഹെൽപ്പ് ഡെസ്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഗവൺമെന്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ സൗകര്യങ്ങൾ കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്താം. ഇതാണ് എൻ്റെ വെബ്സൈറ്റ്. ഇതിൻ്റെ ലിങ്കുകൾ നമുക്ക് പറയാം, സൈറ്റിൽ ഇതിൽ വരും. ഇപ്പം നിലവിൽ നമുക്കത് വന്നിട്ടില്ല. അതിൻ്റെ ഡാറ്റ എൻട്രി മാനുവൽ വരും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്യും. നമുക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ വഴിയാണ് നമ്മുടെ അപേക്ഷ പരിശോധന, അപേക്ഷ വിവരങ്ങൾ, ട്രയൽ അലോട്ട്മെന്റ്, ഓപ്ഷൻ പുനഃക്രമീകരണം, എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ആണ്. ഈ കാൻഡിഡേറ്റ് ലോഗിനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പല വർഷങ്ങളിലും കുട്ടികൾക്ക് പറ്റുന്ന ഒരു പ്രശ്നം, ഈ ഒരു മൊബൈൽ നമ്പർ, കാൻഡിഡേറ്റ് രജിസ്ട്രേഷന് ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഒരു കാര്യത്തിനും നമുക്ക് OTPയോ മറ്റു കാര്യങ്ങളൊന്നും ലഭിക്കില്ല. അതുകൊണ്ട് ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കുക, കാൻഡിഡേറ്റ് രജിസ്ട്രേഷന് ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ കട്ടാവാനോ ക്യാൻസലായി പോവാനോ പാടില്ല. അത് എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കണം. അഡ്മിഷൻ പ്രൊസീജിയർ പൂർണ്ണമായും കഴിയുന്നത് വരെ ആ നമ്പർ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ അപേക്ഷിക്കാൻ പോകുമ്പോഴും ആ നമ്പറിലേക്ക് OTP വരും. പലരും ചെയ്യുന്ന കാര്യം, അക്ഷയ സെന്ററിൽ അപേക്ഷിക്കും, അക്ഷയ സെന്ററുകാരുടെ ഫോൺ നമ്പർ കൊടുക്കും, അവരെ മൊബൈലിലേക്ക് OTP വരും. പിന്നീടുള്ള കാര്യങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കോൺടാക്ട് ചെയ്യുമ്പോൾ അക്ഷയ സെന്ററിലേക്ക് ആണ് കോൾ പോകുക. അതുകൊണ്ട് സ്വന്തം മൊബൈൽ നമ്പർ മാത്രം കൊടുക്കുക. സ്വന്തം മൊബൈൽ നമ്പർ അല്ലെങ്കിൽ രക്ഷിതാവിന്റെ മൊബൈൽ നമ്പർ ആണ്, അല്ലെങ്കിൽ സ്വന്തം മൊബൈൽ നമ്പർ, ആ നമ്പർ കട്ടായി പോകാൻ പാടില്ല. നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയറിന് മുഴുവൻ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് മൊബൈൽ നമ്പർ. അപ്പൊ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. മൊബൈൽ നമ്പർ പലരും പല വർഷങ്ങളിലും മുൻ വർഷങ്ങളിലുള്ള പ്രശ്നമാണ് മൊബൈൽ നമ്പറിന്റെ പ്രശ്നം. അത് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം, സ്റ്റേറ്റ് സിലബസുകാർക്ക് നമുക്ക് വേറെ പ്രശ്നങ്ങളില്ല. അതർ സ്കീം, അതായത്
അന്യസംസ്ഥാനം, അതുപോലെ അങ്ങനത്തെ അതേ സ്കീം മാർക്ക് ചെയ്യും. നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനിൽ പറയും. അവർക്ക് മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി, അതുപോലെ തന്നെ തുല്യതാ സർട്ടിഫിക്കറ്റ്, അതുപോലെ മൈഗ്രേറ്റ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ വേറെ തമിഴ്നാട് ഗവൺമെൻറ്, മറ്റ് കേരളത്തിലെ പുറത്തുള്ള സിലബസിൽ നിന്ന് വരുന്നവർക്ക്, അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റ് ബോർഡ് പരീക്ഷ എഴുതുന്നവർക്ക്, അവർക്കൊക്കെ ഇത് അതേഴ്സ് സ്കീം, ഇതിൽ അതേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് മാർക്ക് ചെയ്യുന്നവർ തുല്യതാ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് വേണം. അവരില്ലെങ്കിൽ ഇപ്പോൾ തന്നെ 14-ാം തീയതി, നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് സിലബസ് പഠിച്ചു വരുന്നവർ ഇപ്പോൾ തന്നെ തുല്യതാ സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം SCERT-യിൽ പോയാൽ പെട്ടെന്ന് തന്നെ തുല്യതാ സർട്ടിഫിക്കറ്റ് എടുക്കാം. നിങ്ങൾ അവസാന തീയതി 14-ാം തീയതി കുറച്ച് ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതർ സ്കീമിൽ കൊടുക്കേണ്ടവർ തുല്യതാ സർട്ടിഫിക്കറ്റ് SCERT-യിൽ നിന്ന് വാങ്ങിച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കില്ല. അതുപോലെ ഭിന്നശേഷി വിഭാഗം പ്രത്യേക പരിഗണന അർഹിക്കുന്നവർ മെഡിക്കൽ ബോർഡിന്റെ സ്കാൻ ചെയ്ത വ്യക്തതയുള്ള കോപ്പി, നമ്മൾ പലരും സ്കാൻ ചെയ്യുമ്പോൾ അത് ക്ലാരിറ്റി ഇല്ലെങ്കിൽ, ഓൺലൈൻ വെരിഫിക്കേഷൻ ആണ് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ്, ഡിപ്പാർട്ട്മെന്റ് ഓൺലൈൻ വെരിഫിക്കേഷൻ ആണ് നടത്തുക. ക്ലാരിറ്റി ഇല്ലെങ്കിൽ അത് റിജക്റ്റ് ആവും. അപ്പോൾ കൃത്യമായി ക്ലാരിറ്റി ഉള്ള 100 KB ഫയൽ തന്നെ അപ്ലോഡ് ചെയ്യണം. ക്ലാരിറ്റി ഇല്ലാതെ വായിക്കാൻ പറ്റാത്ത മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അവർക്ക് ഈ ഒരു വിഭാഗത്തിന്റെ ആനുകൂല്യം ലഭിക്കുകയില്ല, റിജക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ക്ലാരിറ്റി ഉള്ള കൃത്യമായ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപേക്ഷകർ യാതൊരു സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. മറ്റ് അപേക്ഷകർ, അതായത് ഈ ഇത്രയും കുട്ടികൾക്ക് മാത്രമാണ് നമുക്ക് എന്തെങ്കിലും രേഖകൾ ഈ ഒരു ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യാനുള്ളത്. ഓൺലൈനിൽ ഡാറ്റ ഫയൽ അപ്ലോഡ് ചെയ്യേണ്ടത് അതേ സ്കീം, ഭിന്നശേഷി, ഈ 2 കാറ്റഗറിക്ക് മാത്രമേ എന്തെങ്കിലും രേഖകൾ ഓൺലൈനായി അപ്ലോഡ് ചെയ്യേണ്ടൂ. മറ്റ് അപേക്ഷകർ യാതൊരു സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. അപേക്ഷകർ സമർപ്പിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അലോട്ട്മെന്റ് പരിഗണിക്കുക. അപേക്ഷയിൽ തെറ്റുവരുത്തിയാൽ അലോട്ട്മെന്റ് റദ്ദായി പോകും. നമ്മളിപ്പോൾ ഡാറ്റ ക്ലബിന്റെ സർട്ടിഫിക്കറ്റോ എന്ത് രേഖയായാലും കൃത്യമായിട്ട് നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെന്റ് മാത്രം കൃത്യമായിട്ട് ഇതിൽ രേഖപ്പെടുത്തുക. തെറ്റായ വിവരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അഡ്മിഷൻ ലഭിക്കുന്ന സമയത്താണ് ഇതിന്റെ വെരിഫിക്കേഷൻ. അപ്പോൾ അത് തെറ്റാണെന്ന് കണ്ടാൽ സ്കൂളിൽ നിന്ന് അഡ്മിഷൻ ഡിനേ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് അഡ്മിഷൻ റദ്ദാക്കും, ഡിനേ ചെയ്യും. അതുകൊണ്ട് തെറ്റായ വിവരങ്ങൾ, കാസ്റ്റിന്റെ ആയാലും ഏതായാലും തെറ്റായിട്ടുള്ള ഒരു വിവരം പോലും നൽകാനായിട്ട് പാടില്ല. യാതൊരു കാരണവശാലും ഒരു റവന്യൂ ജില്ല, അപ്പോൾ ഒരു തൃശ്ശൂർ ജില്ലയ്ക്കുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ ഒറ്റ അപേക്ഷ നൽകാനേ പാടുള്ളൂ. അത് ഏകജാലകത്തില് ഒരു ജില്ലയിൽ ഒരു അപേക്ഷയെ പാടുള്ളൂ. അപ്പോൾ ബോർഡർ ജില്ലയിലുണ്ട്, ഇപ്പോൾ തൃശ്ശൂരിന്റെ ബോർഡറിലുള്ളവർക്ക് പാലക്കാട് അപേക്ഷിക്കണമെങ്കിൽ 2 ജില്ലയിൽ 2 ജില്ല സെലക്ട് ചെയ്തിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഒരു ജില്ലയിലെ ഒരു അപേക്ഷ, അടുത്ത ജില്ലയിൽ വേറെ അപേക്ഷ, അങ്ങനെ നൽകാനായിട്ട് സാധിക്കും. ഒരു റവന്യൂ ജില്ലയ്ക്ക് ഒരു വിദ്യാർത്ഥി ഒന്നിൽ കൂടുതൽ അപേക്ഷ നൽകാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ ജില്ലയ്ക്കും പ്രത്യേകം അപേക്ഷ നൽകണം. 2 ജില്ലയിൽ അപേക്ഷിക്കുന്നവർ ഒരു ജില്ലയിൽ അപേക്ഷിച്ച് ആ ജില്ലയിലത്തെ റാങ്ക് ലിസ്റ്റ് മാത്രമേ വരികയുള്ളൂ. അപേക്ഷ ഫീസ് 25 രൂപ അഡ്മിഷൻ സമയത്ത് നൽകിയാൽ മതി. പ്രിന്റ് ഔട്ട് സ്കൂളിൽ നൽകേണ്ടതില്ല. പലരും ഇതിന്റെ അപേക്ഷ നൽകി പ്രിന്റ് ഔട്ട് സ്കൂളിലേക്ക് കൊണ്ടുചെല്ലും. സ്കൂളിൽ ഇപ്പോൾ നമുക്കിത് നൽകേണ്ട ആവശ്യമില്ല, നമ്മൾ തന്നെയാണ് ഇത് സൂക്ഷിക്കേണ്ടത്. എല്ലാവരും പ്രിന്റ് എടുത്ത് സൂക്ഷിക്കുക. എന്തെങ്കിലും കറക്ഷൻ വേണമെങ്കിൽ നമുക്ക് വായിച്ച് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യണമെങ്കിൽ എല്ലാവരും അപേക്ഷ നൽകിയതിനു ശേഷം പ്രിന്റ് എടുക്കുക. ആ അപേക്ഷ നമ്പർ, പാസ്വേഡ് എന്നിവ കൃത്യമായി ഡയറിയിൽ എഴുതി വയ്ക്കുക, തെറ്റാതിരിക്കാൻ. നമുക്ക് പിന്നീട് ആവശ്യങ്ങൾക്കെല്ലാം ഇത് ലോഗിൻ ചെയ്യാൻ പറ്റും. എയ്ഡഡ് സ്കൂളുകളിൽ മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി അഡ്മിഷൻ ഉണ്ടാവും. അൺഎയ്ഡഡ് സ്കൂളുകളിൽ വേറെ സെപ്പറേറ്റഡ് അഡ്മിഷൻ ഉണ്ട്. ഇതിനെക്കുറിച്ചാണ് ഈ ഒരു ഖണ്ഡികയിൽ പറയുന്നത്. നമുക്കറിയാം, കമ്മ്യൂണിറ്റി കോട്ട അപേക്ഷകർ കൺസേൺഡ് കമ്മ്യൂണിറ്റി, കുട്ടി ഏത് കമ്മ്യൂണിറ്റിയിലാണോ ആ കമ്മ്യൂണിറ്റി, മൈനോറിറ്റി കമ്മ്യൂണിറ്റികളാണെങ്കിൽ ആ സ്കൂളുകളിൽ വ്യത്യസ്ത അപേക്ഷ കൊടുക്കണം. അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജ്മെന്റ് കോട്ടയ്ക്ക് ഓരോ സ്കൂളുകളിലും അതത് മാനേജ്മെന്റ് ആണ് കൊടുക്കുക. മാനേജ്മെന്റ് കോട്ടകൾ 20% സീറ്റ് മാട്രിക്സ് അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിറ്റി പിന്നോക്ക എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ, ന്യൂനപക്ഷ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് കമ്മ്യൂണിറ്റി കോട്ട. അത് അതത് സമുദായത്തിൽപ്പെട്ട അപേക്ഷകരിൽ നിന്ന് മെറിറ്റ് അടിസ്ഥാനത്തിലാണ്. അപ്പൊ കൺസേൺഡ് കമ്മ്യൂണിറ്റിയിലെ
കുട്ടികൾക്ക് മെറിറ്റ് അടിസ്ഥാനത്തിൽ ആണ് അഡ്മിഷൻ നൽകേണ്ടത്. പൂർണ്ണമായും ഓൺലൈനിലാണ് അതിൻ്റെ അഡ്മിഷൻ്റെ പ്രൊസീജിയർ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ കമ്മ്യൂണിറ്റിയുടെ ഏതൊക്കെ സ്കൂളുകളിൽ സീറ്റുകൾ ഉണ്ടെങ്കിൽ വ്യത്യസ്ത സ്കൂളുകളാണെങ്കിൽ വ്യത്യസ്ത സ്കൂളുകളിൽ വ്യത്യസ്ത അപേക്ഷ തന്നെ കൊടുക്കണം. ഒരു അപേക്ഷ കൊണ്ട് എല്ലാ സ്കൂളുകളിലും ഒരുമിച്ച് റാങ്ക് ലിസ്റ്റിൽ വരില്ല. അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതത് സ്കൂളിൽ തന്നെ അപേക്ഷ നൽകേണ്ടതാണ്. അപ്പോൾ എവിടേക്കാണ് നമ്മുടെ കമ്മ്യൂണിറ്റി കോട്ടയുള്ളത് ആ സ്കൂളുകളിലൊക്കെ നമ്മളത് വ്യത്യസ്ത അപേക്ഷകളായിട്ട് നൽകണം. ഒരപേക്ഷ കൊടുത്താൽ ആ സ്കൂളിൽ മാത്രമാണ്. ഇതിൽ സമുദായം തെളിയിക്കുന്നതിന് SLC സർട്ടിഫിക്കറ്റിലെ വിവരം മതിയാവുന്നതാണ്. SLC സർട്ടിഫിക്കറ്റിൽ വിഭിന്നമായ സമുദായമാണെങ്കിൽ റവന്യൂ അധികാരികൾ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. കമ്മ്യൂണിറ്റി കോട്ട ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. കൃത്യമായിട്ട് അത് മെറിറ്റ് ആണ്, കുട്ടികളുടെ മെറിറ്റ് അടിസ്ഥാനത്തിൽ മാത്രമാണ് അത് കൊടുക്കുക. അതിന് ഡീറ്റെയിൽസ് എല്ലാം പബ്ലിസിറ്റി കൊടുത്ത് ചെയ്യാനായിട്ട് കൃത്യമായിട്ട് ഡേറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിൽ കൃത്യമായിട്ട് റാങ്ക് ലിസ്റ്റ് വരും, അതൊക്കെ ഇവിടെ പ്രസിദ്ധീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അൺഎയ്ഡഡ് നമ്മൾക്ക് കാര്യം മോഡൽ റെസിഡൻഷ്യൽ സ്കൂള് അഡ്മിഷൻ കമ്മിറ്റി, എല്ലാ സ്കൂളിലും ഹെൽപ്പ് ഡെസ്ക് അഡ്മിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെൽപ്പ് ഡെസ്കുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്തെ എല്ലാ ഹൈസ്കൂളുകളിലും അധ്യാപകരെയും ഉൾപ്പെടുത്തി ഓൺലൈൻ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ സ്കൂളിലത്തെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഇതിൻ്റെ വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. പിന്നെ ആദ്യം നമ്മൾ അപേക്ഷകളുടെ വിവരങ്ങൾ നമ്മൾ പരിശോധിക്കണം, തെറ്റാണോ ഇല്ലയോ എന്ന് കൃത്യമായിട്ടുണ്ട്. തെറ്റായ വിവരം നൽകിയ അഡ്മിഷൻ റദ്ദായി പോകുമെന്ന് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രവേശന സാധ്യത ഇല്ലാതാവുകയാണ്. നമുക്ക് അഡ്മിഷൻ ഡിനേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടാമത് അപേക്ഷിക്കണമെങ്കിൽ ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. നമ്മുടെ അത് വേണ്ടി ഡയറക്ടറേറ്റിലേക്ക് അപേക്ഷ അയച്ച് ICT സെല്ലിൽ അത് ക്യാൻസലായി കഴിഞ്ഞാൽ മാത്രമാണ്, അനുവാദം തന്നാൽ മാത്രമാണ് തെറ്റായ ഒരു വിവരം നൽകിയ കുട്ടിക്ക് വീണ്ടും അപേക്ഷിക്കുന്നതിന് സാധിക്കുക. അതുകൊണ്ട് വിവരങ്ങൾ തെറ്റുവരുത്താതെ എൻട്രി ചെയ്യാനുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ട്രയൽ അലോട്ട്മെന്റ് ഉണ്ട്. നമുക്കിത് കഴിഞ്ഞ ഡേറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ട്രയൽ അലോട്ട്മെന്റ് വന്നതിന് ശേഷവും നമുക്ക് ഓപ്ഷൻസും നമുക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാം, മാറ്റങ്ങൾ വരുത്താം. അതിന് കാൻഡിഡേറ്റ് ലോഗിൻ വഴിയാണ് ചെയ്യേണ്ടത്. നമുക്ക് സാധാരണ 3 അലോട്ട്മെന്റ് ആണ് ഉള്ളത്. ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ്, 3 അലോട്ട്മെന്റ്. മൂന്നാമത്തെ അലോട്ട്മെന്റിൽ വരെ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടാത്തവർക്ക് താൽക്കാലിക അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. മൂന്നാമത്തെ അലോട്ട്മെന്റിൽ അത് പെർമനന്റ് ആവണം. നമ്മളത് തുടർന്നുള്ള വീഡിയോയിൽ അതിൻ്റെ കാര്യങ്ങൾ പറയും. ഓപ്ഷൻ നൽകുന്ന രീതി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ്. ആദ്യത്തെ അലോട്ട്മെന്റ് പൂർണ്ണമായി കഴിഞ്ഞതിന് ശേഷം 3 അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ്. അതിനുശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷം മാത്രമേ ആവശ്യമെങ്കിൽ അപേക്ഷയിലുള്ള പക്ഷം ജില്ലാന്തര സ്കൂൾ കോമ്പിനേഷൻ മാറ്റങ്ങൾ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ സ്കൂൾ ട്രാൻസ്ഫർ ഉള്ളത് ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ് ആദ്യഘട്ടം കഴിഞ്ഞു, സപ്ലിമെന്ററി കഴിഞ്ഞു. സപ്ലിമെന്ററി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് സ്കൂൾ ട്രാൻസ്ഫർ എന്നൊരു സംവിധാനം ഉണ്ടാവുകയുള്ളൂ. അപേക്ഷയിലുള്ള പക്ഷം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ അലോട്ട്മെന്റ് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഉണ്ടാവില്ല. സപ്ലിമെന്ററി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിന് ട്രാൻസ്ഫർ ഉള്ളൂ. അഡ്മിഷൻ ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെർമനന്റ് അഡ്മിഷൻ മാത്രമേ ലഭിക്കൂ. ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്ത് അതിൽ അലോട്ട്മെന്റ് ലഭിച്ചാൽ അവിടെ താൽക്കാലിക പ്രവേശനം ഇല്ല. നമുക്ക് ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ അറിയാം, ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂളിൽ തന്നെ അലോട്ട്മെന്റ് ലഭിച്ചാൽ നമുക്ക് അവിടെ പെർമനന്റ് ആയിട്ട് ചേരാനേ പറ്റൂ. അതിന് താഴെ നമ്മൾ 20 ഓപ്ഷൻ കൊടുത്തു, 15ാമത്തെ ഓപ്ഷൻ കിട്ടി എന്നുണ്ടെങ്കിൽ നമുക്കത് താൽക്കാലികമായി ഒന്നാമത്തെ അഡ്മിഷൻ എടുക്കാം. അടുത്ത അലോട്ട്മെന്റിൽ മാറ്റങ്ങൾ വരുമോ എന്ന് വെരിഫൈ ചെയ്യാം. ഫീസ് അടയ്ക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പെർമനന്റ് അഡ്മിഷൻ കിട്ടിയാൽ ഉടനെ ഫീസ് അടയ്ക്കണം. താൽക്കാലിക അഡ്മിഷന് ഫീസ് ആവശ്യമില്ല. പെർമനന്റ് ആവുന്ന സമയത്ത് മാത്രം ഫീസ് അടച്ചാൽ മതി. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ഥിര പ്രവേശനത്തിനും താൽക്കാലിക പ്രവേശനത്തിനും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ രേഖകൾ സഹിതം വിദ്യാർത്ഥിയും രക്ഷിതാവും ഹാജരായാൽ മാത്രമേ പ്രവേശനം ലഭിക്കുകയുള്ളൂ. ഓരോ അലോട്ട്മെന്റിനോടൊപ്പം അറിയിക്കുന്ന പ്രവേശനത്തിൽ തന്നെ പ്രവേശനം നേടാത്തവർക്ക് പിന്നീട് അവസരം ലഭിക്കില്ല. അലോട്ട്മെന്റ് കിട്ടുന്ന എത്ര ദിവസമാണെങ്കിൽ നമുക്ക് അലോട്ട്മെന്റ് സ്ലിപ്പിൽ എഴുതിയിട്ടുണ്ടാവും, ആ ദിവസം വിദ്യാർത്ഥി ഹാജരാവണം. പലരും ആ സമയത്ത് സ്ഥലത്തില്ല, അത് പറ്റില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥിയും രക്ഷിതാവും ഹാജരായാൽ മാത്രമേ പ്രവേശനം ലഭിക്കുകയുള്ളൂ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അഡ്മിഷൻ ലഭിക്കുന്ന ആ അലോട്ട്മെന്റ് ഡേറ്റുകൾ നമുക്ക് മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോഴേ തന്നെ പ്രോസ്പെക്ടസിൽ നമ്മുടെ അലോട്ട്മെന്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ഡേറ്റുകളിൽ നമ്മൾ സ്ഥലത്തുണ്ടാവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പല സ്കൂളുകളിലും കുട്ടികൾ സ്ഥലത്തില്ലാതെ പ്രശ്നങ്ങൾ
പുറത്താണ് ആ സമയത്ത്, ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മുൻകൂട്ടി തന്നെ പ്രോസ്പെക്ടസിൽ ആ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, അലോട്ട്മെന്റ്. ആ ഡേറ്റുകളിൽ സ്ഥലത്തുണ്ടാവാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നിൽ കൂടുതൽ ജില്ലയിൽ അപേക്ഷിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ഓപ്ഷൻസ് നിലനിർത്തേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കിത് ബോണസ് പോയിന്റ്. ഈ ബോണസ് പോയിന്റിനെ കുറിച്ച് പലർക്കും തെറ്റുപറ്റി പോയിന്റ് WGPA തെറ്റിപ്പോകാനുള്ള ഒരു സാഹചര്യമുള്ളതാണ്. അപ്പോൾ ഇത് എൻ്റർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് തെറ്റാതെ ഈ ഒരു പ്രോസ്പെക്ടസ് നോക്കി മാത്രം അതിൻ്റെ അർഹതയുള്ളത് ടിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ജവാൻ, അവർക്ക് 5 പോയിന്റ് ഉണ്ട്. മരണമടഞ്ഞ ജവാന്മാരുടെ മക്കൾക്ക് 5 പോയിന്റ് ആണ്. നിലവിലെ ജവാന്മാരുടെയും എക്സ് സർവീസുകളുടെയും അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആർമി, നേവി, എയർഫോഴ്സ്, പലരും BSF അങ്ങനത്തെ സംഭവങ്ങൾ വരും, അതിന് അർഹതയില്ല. ജവാന്മാരുടെയും എക്സ് സർവീസുകാരുടെയും എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് ഇവിടെ ബ്രാക്കറ്റ് പറഞ്ഞ ആർമി, നേവി, എയർഫോഴ്സ് മുതലായവ മാത്രം. അവരുടെ മക്കൾക്ക് 3 പോയിന്റ് കിട്ടും. അപ്പോൾ തെറ്റായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അവർക്ക് അതിൻ്റെ ഒരു അഡ്മിഷൻ സമയത്ത് അവരുടെ പാസ്ബുക്കിൻ്റെ ഒരു രേഖ ഹാജരാക്കേണ്ടി വരും. ഈ 3 പോയിന്റിനുള്ള രേഖ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കണം. NCC അതുപോലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്, രാഷ്ട്രപതി പുരസ്കാർ, രാജ്യപുരസ്കാർ നേടിയവർ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. രാഷ്ട്രപതിയും രാജ്യപുരസ്കാർക്ക് നേടിയവർക്ക് 2 പോയിന്റ് കിട്ടുള്ളൂ. ഈ 3-ലുണ്ടെങ്കിലും 2 പോയിന്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ. NCC, SPC അതുപോലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് 2 പോയിന്റാണ് ലഭിക്കുക. ഈ A ഗ്രേഡ് സർട്ടിഫിക്കറ്റിലെ ലിറ്റിൽ ഗൈഡ്സിൽ അംഗമായിട്ടുള്ളവർക്ക് മുഴുവൻ പോയിന്റ് കിട്ടില്ല കേട്ടോ. അത് പലരും തെറ്റിക്കാറുള്ള ഒരു കാര്യമാണ്. A ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ലിറ്റിൽ ഗൈഡ്സ്, അതിനാണ് 1 പോയിന്റ് കിട്ടുക. ഓക്കെ, ഇനി അതേ സ്കൂളിലെ വിദ്യാർത്ഥിക്ക് അതേ പഞ്ചായത്ത്, താലൂക്ക്, സ്റ്റേറ്റ് സിലബസ് യോഗ്യത നേടുന്നവർക്ക് 3 പോയിന്റ്. ഇത്രയുമാണ് ഈ ഒരു കാര്യങ്ങൾ. ഇതിൻ്റെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ബോണസ് പോയിന്റിൽ മാക്സിമം 10 പോയിന്റ് ബോണസ് പോയിന്റ് തരികയുള്ളൂ. അതായത് ഇതിലെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ആകെ 10 പോയിന്റ് ആണ് മാക്സിമം ലഭിക്കുക. 10ആയി നിജപ്പെടുത്തിയിട്ടുണ്ട് ബോണസ് പോയിന്റ്. പിന്നെ അതുപോലെ തന്നെ 10ാം തരത്തിൽ ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുള്ളവർക്ക്, നമ്മൾ 10ാം ക്ലാസ്സിലെ റിസൾട്ടിലെ മാർക്ക് ലിസ്റ്റിൽ ഗ്രേസ് മാർക്ക് അവാർഡ് എന്നാണെങ്കിൽ അവർക്ക് പിന്നീട് ഇതൊന്നും എൻട്രി ചെയ്യാനുള്ള പ്രൊവിഷൻ നിലവിൽ ഉണ്ടാവില്ല. ഇത്രയും കാര്യങ്ങൾ കേട്ടോ. ഈ ഒരു ബോണസ് പോയിന്റിന്റെ കാര്യങ്ങൾ എൻട്രി ചെയ്യാൻ പറ്റില്ല, അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ബോണസ് പോയിന്റ് ഉള്ള കാര്യങ്ങൾ എൻട്രി ചെയ്യാനായിട്ട് ആ ഗ്രേസ് മാർക്ക് SLC മാർക്കിനൊപ്പം ലഭിച്ചവർക്ക് പറ്റില്ല. ഗ്രേസ് മാർക്ക് അവാർഡ് ഉള്ളവർക്ക് അത് പറ്റില്ല. മൈനസ് പോയിന്റ് മുൻ തോറ്റവർക്കാണ്. ഇനി ഓരോ കാറ്റഗറി സ്കൂൾ, സർക്കാർ സ്കൂളിൽ എത്ര സീറ്റ് ഉണ്ട്, മാനേജ്മെന്റ് കോട്ട ഇല്ല സർക്കാർ സ്കൂളിൽ, അത് ഓരോ കാറ്റഗറിയിലും എത്ര സംവരണം എന്ന് കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. EWS ഉണ്ട്. ഗവൺമെന്റ് സ്കൂളുകളിൽ മാത്രം മുന്നോക്കക്കാരിൽ പിന്നോക്കക്കാർക്ക് 10% സീറ്റ് ഉണ്ട്. അതിന് അനക്സർ 1, അനക്സർ 2 2 മോഡലുകളുണ്ട്. അത് ലഭിച്ചവർ മാത്രം അത് ടിക്ക് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ അതിൻ്റെ അഡ്മിഷൻ്റെ അടുത്ത ഘട്ടത്തിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാം. സ്പോർട്സ് കോട്ടയുണ്ട്, IED ഭിന്നശേഷി കുട്ടികൾക്കുള്ള സീറ്റ് ഉണ്ട്. ഇത്രയുമാണ് ഇത്. ഇതിൽ കൃത്യമായ സമുദായം തെളിയിക്കുന്നതിന് SLC ബുക്കിലെ സമുദായ സർട്ടിഫിക്കറ്റ് വിവരം മാത്രം മതിയാവുന്നതാണ്. SLC സർട്ടിഫിക്കറ്റിൽ നിന്നും മാറ്റമുണ്ടെങ്കിൽ, വിഭിന്നമായ സമുദായമാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നിലവിൽ നമുക്ക് വില്ലേജിൽ നിന്ന് ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട കാര്യമുള്ളൂ. ഓക്കെ, കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സീറ്റുകൾ എങ്ങനെയാണ് മാറ്റുക എന്ന് പറയുന്നുണ്ട്. ഭിന്നശേഷിക്കാർക്ക് അവർക്ക് അപേക്ഷിക്കുന്നതിന് ഈ റിസോഴ്സ് ടീമുണ്ട്, IEDs റിസോഴ്സ് ഉണ്ട്. അവരെ സ്കൂളിൽ പോയാൽ അവരെ കണ്ടെത്താം. അവർക്ക് പഠിക്കാൻ പറ്റാവുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് സ്കൂളിൽ, ഹയർ സെക്കൻഡറി സ്കൂൾ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അപേക്ഷയിൽ ഓപ്ഷൻസ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, കുട്ടികൾക്കൊക്കെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അപ്പോൾ സ്കൂളിൽ പോയി ഏതെങ്കിലും നിങ്ങൾ തൊട്ടടുത്തുള്ള ഏത് ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഹെൽപ്പ് ഡെസ്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. ഭിന്നശേഷിയുള്ള കുട്ടികൾ അവർക്ക് ഹയർ സെക്കൻഡറിയിൽ പഠിക്കാൻ സാധിക്കുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. അല്ലാതെ അപേക്ഷിച്ച് കഴിഞ്ഞ് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ട്രാൻസ്ഫർ വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അപേക്ഷിക്കുന്നതിന് മുൻപ് തന്നെ അനുയോജ്യമായ കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് റിസോഴ്സ് അധ്യാപകരുടെയും സ്കൂൾ അധ്യാപകരുടെയും ഹെൽപ്പ് ഡെസ്കിൻ്റെയും സഹായം തേടണം. നിർബന്ധമായും അത് തേടിയതിനു ശേഷം മാത്രം ഓപ്ഷൻ കൊടുക്കുക.
EWS കുട്ടികളുണ്ട്, മുന്നോക്കക്കാരിൽ പിന്നോക്കക്കാർ. അവർ അപേക്ഷിക്കുമ്പോൾ അവർക്ക് റവന്യൂ അധികാരികളിൽ നിന്ന് ഈ അനക്സർ 1 അനക്സർ 2 അത് ലഭിച്ചാൽ മാത്രമേ ഇതിൽ അപേക്ഷിക്കേണ്ടതുള്ളൂ. പലരും ഇത് ലഭിക്കാതെ വരുമാനം ഒക്കെ തെറ്റായി കൊടുത്ത് അപേക്ഷിക്കും. അപ്പോൾ EWS സർട്ടിഫിക്കറ്റ് കിട്ടിയവർ മാത്രമേ അത് ടിക്ക് ചെയ്യേണ്ടൂ. കിട്ടാത്തവർ അത് ഒരിക്കലും ടിക്ക് ചെയ്ത് തെറ്റായ വരുമാനം കൊടുക്കരുത്. EWS ടിക്ക് ചെയ്യരുത്. കിട്ടുമെന്ന് വിചാരിച്ച് കൊടുത്തിട്ട് പിന്നീട് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അലോട്ട്മെന്റ് ലഭിക്കുന്ന സമയത്ത് അഡ്മിഷൻ റദ്ദായി പോകും. ഈ ഒരു കാറ്റഗറിയിൽ അഡ്മിഷൻ ലഭിച്ചാൽ സ്പോർട്സ് കോട്ടയിൽ അപേക്ഷിക്കുന്നതിന് നമുക്ക് സ്പോർട്സ് കോട്ട വെരിഫിക്കേഷൻ ഡാറ്റ ആദ്യം സ്കോർ കാർഡ് വെരിഫിക്കേഷൻ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് അപ്ഡേഷൻ വരുമ്പോൾ അതിന്റെ കാര്യങ്ങൾ നമ്മൾ ഉടനെ പറയുന്നതാണ്. കേന്ദ്രീകൃത രജിസ്ട്രി WGPA നമുക്കറിയാം. നമുക്ക് SLC കിട്ടിയ പോയിന്റിനെ WGPA ആക്കി കാൽക്കുലേറ്റ് ചെയ്യുന്ന സംവിധാനമാണിത്. A+ കിട്ടിയ കുട്ടികൾക്ക് 9 പോയിന്റ് ആണ്. Aക്ക് 8 പോയിന്റ്, B+ന് 7, Bക്ക് 6, C+ന് 5, Cക്ക് 4, D+3 ഇങ്ങനെ പോയിന്റ് കണക്കുകൂട്ടി പോയിന്റ് അടിസ്ഥാനത്തിലാണ് നമ്മൾ വെയിറ്റേജ് കണക്കാക്കുന്നത്. ആകെ 90 പോയിന്റ് ആണ് വരിക ഗ്രേഡ് പോയിന്റ്. അതോടൊപ്പം ബോണസ് പോയിന്റും വെയിറ്റേജും നോക്കിയതിന് ശേഷം അതിനൊരു കാൽക്കുലേഷൻ ഉണ്ട്. ഇതാണ് ഇതിന്റെ കാൽക്കുലേഷൻ. WGPA കാൽക്കുലേഷൻ ഇങ്ങനെയാണ് വരിക. ഇതിന്റെ കൃത്യമായ ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതിലൊരു മോഡൽ കാൽക്കുലേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം തുല്യ നില വന്നാൽ ടൈപ്പ് പോയിന്റ് വരും. ബോണസ് പോയിന്റും ടൈപ്പ് പോയിന്റും ഭയങ്കര വ്യത്യാസമുണ്ട്. ബോണസ് പോയിന്റ് ഡയറക്റ്റ് കയറുന്നതാണ്. ടൈപ്പ് പോയിന്റ് ടൈ വന്നാൽ മാത്രമാണ് ഈ ടൈപ്പ് പോയിന്റ് നമ്മൾ പരിഗണിക്കുക. ടൈപ്പ് പോയിന്റിന് എടുക്കുന്ന തുല്യനില തുടർന്നാൽ എന്തൊക്കെയാണ്? കലാകായിക മത്സരങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ NTSC, NNMSC, US പരീക്ഷകൾ ഇതൊക്കെ ടൈ വാല്യൂ പോയിന്റുകളാണ്, ബോണസ് പോയിന്റുകളല്ല. തുല്യമായി കഴിഞ്ഞാൽ WGPA തുല്യമായി കഴിഞ്ഞാൽ ഈ ഒരു ടൈ ബ്രേക്ക് ചെയ്താണ് അർഹത നൽകുന്നത്. ടൈ ബ്രേക്കിന് ഉപയോഗിക്കുന്ന പോയിന്റുകൾ ഇതൊക്കെയാണ്. ഇത് കൃത്യമായി ശാസ്ത്രമേള എല്ലാം 10ാം ക്ലാസ്സിൽ തന്നെയാണ് വേണ്ടത്. ഇതിൽ കൃത്യമായിട്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോ കാറ്റഗറിക്കും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പലരും തെറ്റിക്കുന്ന ഒരു സാധനം ഇതാണ്, ഈ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിലെ പങ്കാളിത്തം. രാഷ്ട്രപതി പുരസ്കാർ, രാജ്യപുരസ്കാർ ലഭിക്കാത്തവർ. കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന് ഗ്രേസ് മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് അവർക്ക് ഇതിൽ ബോണസ് പോയിന്റ് എൻ്റർ ചെയ്യുന്നതിനുള്ള ഭാഗം ഡിഫോൾട്ട് ആയിട്ട് അത് വർക്ക് ചെയ്യില്ല. നമ്മൾ ഡാറ്റ എൻട്രി ചെയ്യുന്ന സമയത്ത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന് പോയിന്റ്, അതായത് SSLC മാർക്ക് ലിസ്റ്റിൽ ഗ്രേസ് മാർക്ക് അനുവദിച്ചവർക്ക് ആ ഒരു ഭാഗം ആക്റ്റീവ് ആവില്ല. അപ്പൊ എന്ത് ചെയ്യും കുട്ടികൾ? സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലെ പങ്കാളിത്തം അത് ആക്റ്റീവ് ആവും. അത് ടൈ വാല്യൂ പോയിന്റ്, ബോണസ് പോയിന്റ് അല്ല. അപ്പൊ അത് പോയി ടിക്ക് ചെയ്യും. ടൈ വാല്യൂ പോയിന്റിൽ തെറ്റായിട്ട് അത് പോയി ടിക്ക് ചെയ്യും. അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലെ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതി പുരസ്കാരോ രാജ്യപുരസ്കാരോ ഒക്കെ ലഭിക്കാത്തവർക്കാണ്. അപ്പോ പങ്കാളിത്തം മാത്രമുള്ള രാഷ്ട്രപതി പുരസ്കാരോ രാജ്യപുരസ്കാരോ ലഭിച്ചവർ ഒരിക്കലും സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലെ പങ്കാളിത്തം ടിക്ക് ചെയ്യാൻ പാടില്ല. കഴിഞ്ഞ വർഷം ഒരുപാട് കുട്ടികൾക്ക് വന്നൊരു തെറ്റാണ്. രാഷ്ട്രപതി പുരസ്കാരോ രാജ്യപുരസ്കാരോ ലഭിച്ചവർ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലെ പങ്കാളിത്തം ടിക്ക് ചെയ്തു. അവർ ചെയ്യുന്ന കാര്യത്തിലുള്ള അവർക്ക് ഗ്രേസ് മാർക്കിന് ഗ്രേസ് മാർക്ക് ലഭിച്ചതുകൊണ്ട് ഇവർക്ക് ബോണസ് പോയിന്റിന്റെ ഭാഗത്തെ എൻ്റർ ചെയ്യാൻ പ്രൊവിഷൻ കിട്ടിയില്ല. എൻ്റർ ചെയ്യാൻ പറ്റുന്നിടത്ത് അക്ഷയക്കാർ അത് എൻ്റർ ചെയ്ത് കൊടുത്തു. നിങ്ങൾ സ്കൂളിൽ പോയി ചെയ്തതൊന്നും സംഭവിക്കില്ല. സ്കൂളിൽ കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും. ഹെൽപ്പ് ഡെസ്ക് നിങ്ങൾ സ്വന്തമായി ചെയ്യുമ്പോഴോ മറ്റു സ്ഥലങ്ങളിലോ ചെയ്യുമ്പോഴാണ്, ഇതൊന്നും അറിയാത്തവർ ചെയ്യുമ്പോഴാണ് ഈ തെറ്റ് വരുന്നത്. നിങ്ങൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു ബോധ്യം വേണം. പിന്നെ ക്ലബിന്റെ പോയിന്റ് നമുക്ക് കിട്ടും. ക്ലബിന്റെ ഫോർമാറ്റ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതേ ഫോർമാറ്റിൽ തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഈ സബ്ജക്റ്റ് കോമ്പിനേഷന് വെയിറ്റേജ്, നമുക്ക് സയൻസ് കോമ്പിനേഷൻ വെയിറ്റേജ് കൊടുക്കുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ആണ്. നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് ഫിസിക്സ്, കെമിസ്ട്രിയിലെ കോമ്പിനേഷൻ. ഇത് മാത്സ് ഉള്ള കോമ്പിനേഷൻ ആണ്. ഇത് ഹോം സയൻസ് കോമ്പിനേഷൻ. അങ്ങനെ ഓരോ കാറ്റഗറിയിലും വ്യത്യസ്ത കോമ്പിനേഷനുകൾ ഉണ്ട്. ഇത് ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷൻ ആണ്. നമുക്കിതിൽ ഓരോന്നിനും ഏതൊക്കെയാണ് ഇതിന്റെ പോയിന്റ് ലഭിക്കുക എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
ഇത് കോമേഴ്സിൽ 36, 37, 4 കോമ്പിനേഷൻ. ഈ കോമ്പിനേഷന്റെ കോഡ് നമ്പർ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ കോഡ് നമ്പർ അനുസരിച്ചാണ് ഇത് കൃത്യമായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കോമ്പിനേഷന്റെ കാര്യങ്ങൾ. ഫീസിന്റെ ഘടന കൊടുത്തിട്ടുണ്ട്. ഫീസ് നമുക്ക് ഇതിൽ ഒരു പ്രത്യേകത സ്കൂളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മെറിറ്റ് കോട്ട, മാനേജ്മെന്റ്, കമ്മ്യൂണിറ്റി കോട്ടകളിൽ അപേക്ഷ 25 രൂപ ഫീസ് ഈടാക്കി സർക്കാർ ഖജനാവിൽ ഒടുക്കേണ്ടതാണ്. കൃത്യമായിട്ട് മാനേജ്മെന്റ്, കമ്മ്യൂണിറ്റി അപേക്ഷകളുടെ ഫീസ് 25 രൂപ കുട്ടികളിൽ നിന്ന് കളക്ട് ചെയ്ത് 20 രൂപ പൂർണ്ണമായും ഗവൺമെന്റിൽ ഒടുക്കേണ്ടതാണ്. കൃത്യമായിട്ട് ഈ വർഷം പറഞ്ഞിട്ടുണ്ട്. SC, ST, OEC അപേക്ഷകര് അപേക്ഷ രജിസ്ട്രേഷൻ ഫീസ് കോഷൻ ഡെപ്പോസിറ്റ് മാത്രം അടച്ചാൽ മതി. മറ്റുള്ളവർക്ക് അവർക്ക് ആനുകൂല്യം ലഭിക്കുന്ന സമയത്ത് അടയ്ക്കേണ്ട ആവശ്യമേ ഉള്ളൂ. PTA ഫണ്ടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അലോട്ട്മെന്റിൽ പറഞ്ഞ ഫീസ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇതിന്റെ ഡേറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്ന ഡേറ്റ്, ട്രയൽ അലോട്ട്മെന്റ് ആദ്യ അലോട്ട്മെന്റ് 2-ാം തീയതിയാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അലോട്ട്മെന്റ് ലഭിക്കുന്ന സമയത്ത് വിദ്യാർത്ഥി സ്ഥലത്ത് ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഡേറ്റ് 2/6 കൃത്യമായിട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ആ ഡേറ്റിൽ നാട്ടിലുണ്ടാവാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോ മാനേജ്മെന്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട എല്ലാത്തിന്റെയും പ്രവേശന ഷെഡ്യൂളിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. മുഖ്യഘട്ടം, 2-ാം ഘട്ടം, ഇതിന്റെ ഇത്രയുമാണ് ഈ പ്രോസ്പെക്ടസ്. ഇത് മൊത്തം എല്ലാവരും ഒന്ന് വായിച്ചു നോക്കണം. ഈ പ്രോസ്പെക്ടസ് നമുക്ക് അപ്പൻഡിക്സ് 1 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ ലിസ്റ്റ് ആണ്. അപ്പൻഡിക്സ് 2-ൽ കൊടുത്തിരിക്കുന്നത് സംവരണാനുകൂല്യമുള്ള കാസ്റ്റ്, ജനറൽ കാറ്റഗറി ഒഴികെയുള്ളവരുടെ ഓരോ കോഡ്, ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു അവയർനെസ് എല്ലാ കുട്ടികൾക്കും വേണം. നമ്മുടെ ഏത് കാസ്റ്റിലാണ്, ഏത് സബ് കാസ്റ്റാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ കാറ്റഗറി നമ്മൾക്ക് തെറ്റാൻ പാടില്ല, അതിന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അനക്സർ 3-ൽ നമുക്ക് OBC H കാറ്റഗറി ഉണ്ട്. OBC H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ലക്ഷം, വരുമാന പരിധി 6 ലക്ഷം. OBC H-ൽ പെടുന്നവർ വരുമാന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ തന്നെ വാങ്ങിച്ചു വെക്കണം. അവർക്ക് അഡ്മിഷൻ സമയത്ത് ഈ ഒരു OEC വിഭാഗത്തിൽ അർഹമായ വിദ്യാഭ്യാസ ആനുകൂല്യം ലഭിക്കും. പക്ഷെ വരുമാന പരിധി 6 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. OBC H ഈ 30 കാസ്റ്റുകളിലുള്ള കുട്ടികളൊക്കെ വരുമാന സർട്ടിഫിക്കറ്റ് മുൻപേ വാങ്ങി വയ്ക്കുന്നത് നല്ലതായിരിക്കും. കാസ്റ്റ് സർട്ടിഫിക്കറ്റും വാങ്ങി വയ്ക്കുന്നത് നല്ല, അവർക്ക് E-Grants അപേക്ഷയ്ക്കൊക്കെ ആവശ്യം വരുന്നതാണ്. ക്ലബ് സർട്ടിഫിക്കറ്റ് മാതൃക, ഈ ഒരു മാതൃകയിൽ തന്നെ സ്കൂളിൽ നിന്ന് ക്ലബ് സർട്ടിഫിക്കറ്റ് വാങ്ങുക, അല്ലെങ്കിൽ നമുക്കത് ഇവിടെ പരിഗണിക്കില്ല. ക്ലബ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട മാതൃക ഇതാണ്. സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്പറും ഡേറ്റും നിർബന്ധമായി ഉണ്ടാവണം. സർട്ടിഫിക്കറ്റിൽ ഒരു സർട്ടിഫിക്കറ്റ് നമ്പർ നിർബന്ധം ഉണ്ടാവണം, ഡേറ്റ് ഉണ്ടാവണം. നമുക്കത് ഓൺലൈൻ അപേക്ഷയ്ക്ക് സർട്ടിഫിക്കറ്റ് നമ്പറും ഡേറ്റും നിർബന്ധമാണ്. ഇനി അപേക്ഷിക്കുന്ന വിധം ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് അപേക്ഷിക്കുക എന്നുള്ളത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇതിന്റെ കാര്യങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഡാറ്റ എൻട്രി മാനുവൽ ഉടനെ വരും. ഇത് ഇത്രയും പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഓരോ ജില്ലയ്ക്കുള്ള കാര്യങ്ങളാണ്. തൃശ്ശൂർ ജില്ല സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൻഡിക്സ് 6 എടുക്കാം. ഓരോ ഇതിന്റെയും കോഡാണ്. നമുക്ക് ഡാറ്റ എൻട്രി ചെയ്യുന്ന സമയത്ത് നമ്മുടെ താലൂക്കിന്റെ കോഡ്, പഞ്ചായത്തിനൊക്കെ കോഡ് നമ്പർ ആണ് ഇതിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി അപ്പൻഡിക്സ് 7 നമുക്ക് ഇതാണ് ഓരോ ജില്ലയിലത്തെയും ഓരോ സ്കൂളിലും ഉള്ള കോഴ്സിന്റെ ഡീറ്റെയിൽസ്. നമുക്കിത് വെച്ച് വേണം നമ്മൾ അപേക്ഷിക്കാൻ. നമ്മൾ ഇതിലത്തെ സ്കൂളിന്റെ കോഡാണ് നമുക്ക് അപേക്ഷയിൽ എൻ്റർ ചെയ്യേണ്ടി വരിക. അപ്പോൾ ഈ കോഡും ഈ സ്കൂളും ഇവിടുത്തെ സബ്ജക്റ്റും നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഓരോ സ്കൂളിൽ 1, 10, 36 നമുക്കിത് നേരത്തെ പറഞ്ഞു. ഇത് നമുക്ക് നേരത്തെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഈ ഒരു പ്രോസ്പെക്ടസ് കൂടി നോക്കിയാൽ മാത്രമേ ഇതിന്റെ ഏതൊക്കെ കോഴ്സാണെന്നുള്ളത് അറിയാൻ പറ്റൂ. നമുക്കിപ്പോ ഈ ഒരു ഇതിൽ 8009 1, 5, 10, 39 നമുക്കിത് പെട്ടെന്ന് കാണുമ്പോൾ ഇത് ഏതൊക്കെ കോഴ്സാണെന്ന് അറിയാൻ പറ്റില്ല. ആ കോഴ്സ് അറിയണമെങ്കിൽ ഈ ഒരു നമ്പർ 1 ഈ സബ്ജക്ട് കോമ്പിനേഷൻ, 10 ഇന്ന സബ്ജക്ട് കോമ്പിനേഷൻ. അപ്പോൾ നമുക്ക് ഇത് രണ്ടും വെച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ. ഇവിടെ സെക്കൻഡ് ലാംഗ്വേജ് 1, 2, 4 സെക്കൻഡ് ലാംഗ്വേജ് ഏതാണെന്ന് ഏറ്റവും അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഈ 1, 2 എന്നുള്ളത് കോഡ് നമ്പർ ആണ്. 1 മലയാളം, 2 ഹിന്ദി, 3 അറബി, 4 സാൻസ്ക്രിറ്റ്, 5 ഉറുദു, 6 ഉറുദു, 5 ഇല്ല. അപ്പോൾ ഈ നേരെ കാണുന്ന സെക്കൻഡ് ലാംഗ്വേജിന്റെ മാത്രമാണ് ആ സ്കൂളിൽ ഉണ്ടാവുക. അപ്പോൾ ഈ സ്കൂളിൽ 1, 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ മലയാളം, ഹിന്ദി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ സബ്ജക്ട് കോഡുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 1, 2, 4 ഉണ്ട്. അപ്പോൾ അവിടെ 3 സബ്ജക്ട് സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജിന്റെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷീറ്റ് പ്രിന്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണാൻ സാധിക്കും.
അഡീഷണൽ ബാച്ച് വന്നതിൻ്റെ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇത് അപ്ലിക്കേഷൻ ഫോം, നമുക്കൊരു ബ്ലാങ്ക് അപ്ലിക്കേഷൻ ഫോം സിസ്റ്റത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഫില്ല് ചെയ്ത് അപേക്ഷിക്കാൻ സൗകര്യമാണ്. ഇതിന് സർക്കാർ ഉത്തരവുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൻഡിക്സ് 11 നമ്മൾ നേരത്തെ പറഞ്ഞു EWS, ഈ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ തന്നെ EWS കുട്ടികൾ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട റവന്യൂ അധികാരികളിൽ നിന്ന് വാങ്ങണം. അത് നമുക്ക് AYY 2 തിരിച്ച് കൊടുത്തിട്ടുണ്ട്. അന്ത്യോദയക്കാർക്ക് ഒരു ഫോമാണ്, നോർമൽ ഉള്ളവർക്ക് ഒരു ഫോമാണ്. ഈ 2 ഫോം ഏത് ഫോമാണ് നമുക്ക് അർഹതയുള്ളതെങ്കിൽ അത് വാങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ പ്രോസ്പെക്ടസിൽ ഇത് എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. മറ്റേ പ്രോസ്പെക്ടസിൽ അപേക്ഷയിൽ എൻ്റർ ചെയ്യാനായിട്ട് പാടുള്ളൂ, അല്ലാതെ നമ്മൾ എൻ്റർ ചെയ്യാൻ പാടില്ല. കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചു കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ കാര്യമില്ല. ലഭിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റൂ. നമ്മളിപ്പോൾ അപേക്ഷിച്ചു, ലഭിച്ചില്ലെങ്കിൽ ട്രയൽ വരുമ്പോൾ നമുക്ക് തിരുത്താൻ പറ്റും. അപ്പോഴായാലും കൊടുത്താൽ മതി. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്മളുമായി ബന്ധപ്പെട്ട് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞ കാസ്റ്റിൻ്റെ കാര്യമാണ്. നമുക്ക് ഡാറ്റ എൻട്രി വീഡിയോയിൽ കൃത്യമായിട്ട് പറയാം. ഓരോ കാസ്റ്റ് വരുമ്പോൾ എങ്ങനെയാണത് കൊടുക്കുക എന്നുള്ളത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ അത് പറയും. നമുക്ക് SLC മാർക്ക് ലിസ്റ്റിൽ 5 വിഭാഗങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ 10 ആയിട്ട് തിരിയും, 12 വിഭാഗം ഉണ്ടാവും സിംഗിൾ വിൻഡോ വരുമ്പോൾ. അതിനെക്കുറിച്ച് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതാണ്. ഓക്കെ, താങ്ക് യു.